There's 6.5 lakh voters and literally 1 lakh of those don't exist. पूरा system उड़ा दिया है, चोरी हो रही है. Same voter voting in multiple polling booths. This is the gentleman called Aditya Srivastava. He votes in booth number 458. Same person. 10,965 duplicate voters. ലോകത്തിലെ ഒന്നാമത്തെ നമ്പർ 1 ജനാധിപത്യം എന്ന വിശേഷണത്തോടെയാണ് നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറിയത്, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറിയത്. അതിൻ്റെ അർത്ഥം തെരഞ്ഞെടുപ്പുകൾ യഥാസമയം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നടത്തണം എന്നുള്ളത് ഭരണഘടനയുടെ മാൻഡേറ്റ് ആണ്. സ്വതന്ത്രവും നീതിപൂർവകവും നിഷ്പക്ഷവുമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഒരു ഭരണഘടനാ സ്ഥാപനം എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആദ്യകാലത്ത് അത് ഏകാംഗ കമ്മീഷനായിരുന്നു. പിന്നീട് TN ശേഷൻ എന്ന കമ്മീഷണർ അമിതാധികാരം പ്രയോഗിക്കുന്നു എന്നൊക്കെയുള്ളൊരു ആശങ്ക ഉണ്ടായപ്പോൾ അത് 3 അംഗ കമ്മീഷനാക്കി മാറ്റി. പക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെക്കുറിച്ച് ആർക്കും കാര്യമായ ആശങ്കയോ സംശയമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ വിശ്വാസ്യത എക്കാലവും നിലനിർത്തിക്കൊണ്ടു പോകാൻ കമ്മീഷന് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് മറ്റ് പല പോരായ്മകളുണ്ടെങ്കിലും, എന്ന് പറയുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഒരു വിലയിരുത്തലിൽ അതിൻ്റേതായ ഒരു ആഗോള സൂചിക, ഗ്ലോബൽ ഇൻഡെക്സ് തയ്യാറാക്കുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം വളരെ താഴെയാണ്, 151. അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ് എന്ന് ലേശമില്ലാതെ പറയാൻ കഴിയും. പക്ഷേ എന്നിട്ടും ഇന്ത്യയെ ജനാധിപത്യ രാജ്യമായി എല്ലാവരും കണക്കാക്കിയത് തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുന്നു എന്ന കാരണത്താലാണ്. ഇലക്ടറൽ ഓട്ടോക്രസി എന്നുവരെ ഇന്ത്യയെ വിശേഷിപ്പിക്കുന്ന സംഘടനകളും മറ്റുമൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴിത് ആദ്യമായി നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. അത് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നമ്മൾ 1952 ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഒരു മാതൃകയും നമ്മുടെ മുമ്പിലില്ലായിരുന്നു. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിക്കുന്ന, സാക്ഷരതയില്ലാത്ത നിരക്ഷരരായ ജനങ്ങളെ, രാഷ്ട്രീയമായ അവബോധം ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഒരു ജനതയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്ര വലിയ ഒരു ഇലക്ടറൽ എക്സർസൈസ്, അതൊരു സാഹസമായിരുന്നു. പക്ഷേ ആ സാഹസത്തിലൂടെ നമ്മൾ വിജയകരമായി മുന്നോട്ട് പോയി. നമ്മൾ നമ്മുടേതായ മാതൃകകളും സംവിധാനങ്ങളും രീതികളും കണ്ടുപിടിച്ചു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്നത് നമ്മയൊക്കെ ഭയപ്പെടുത്തുന്ന, ആശങ്കയിലാഴ്ത്തുന്ന കാര്യങ്ങളാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അറിവോടെ വലിയ തോതിൽ ക്രമക്കേട് നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ ആക്ഷേപം. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തെളിവുകൾ നിരത്തിക്കൊണ്ട് അത് പൊതുജനസമക്ഷം അവതരിപ്പിച്ചു കഴിഞ്ഞു. ബീഹാറിൽ അതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം, വോട്ട് നമ്മുടെ അവകാശം എന്ന മുദ്രാവാക്യം മുൻനിർത്തി വലിയ തോതിലുള്ള പ്രതിഷേധവും പ്രകടനവും യോഗവും ഒക്കെ നടന്നു കഴിഞ്ഞു. വലിയ ആശങ്കയുളവാക്കുന്ന കാര്യമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടായാൽ, വലിയ തോതിൽ വോട്ടർ പട്ടികയിൽ തന്നെ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു എന്ന് കേട്ടാൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ വികലമായി നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ശരിയായ ജനവിധി അല്ല എന്ന് ആർക്കും പറയേണ്ടി വരും. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മാത്രം കുഴപ്പമാണോ അത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അവിശ്വസനീയമായ കാര്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ മാത്രം 8 കോടി ജനങ്ങളുള്ള ബീഹാറിൽ
65 ലക്ഷം വോട്ടർമാരെ സമ്മതിദാന പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കാര്യം വളരെ ഗുരുതരമാണ്. ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 100ഉം 1000ഉം വോട്ടുകൾക്കൊക്കെയാണ് പല സ്ഥാനാർത്ഥികളും തോറ്റിട്ടുള്ളത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ 65 ലക്ഷം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് നീക്കം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായ ഒരു അവസ്ഥാവിശേഷം തന്നെയാണ്. ഭരണഘടന വിഭാവന ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ, സുപ്രീം കോടതിയൊക്കെ പോലെ തന്നെ സ്വതന്ത്രമായി, നിഷ്പക്ഷമായി, നീതിപൂർവകമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൻ്റെ ഒത്താശയോടെ രാജ്യം ഭരിക്കുന്നവർ, ഭരണകക്ഷി ഇത്തരത്തിലുള്ള വൈകൃതങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശങ്ക വളരെ വലുതാണ്. മറ്റെല്ലാം നമുക്ക് മാറ്റിവയ്ക്കാം. നമ്മെ സംബന്ധിച്ച് നമ്മുടെ ജനാധിപത്യം നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആ ജനാധിപത്യ സംവിധാനം നിലനിന്ന് പോകണമെങ്കിൽ അടിയന്തരമായും പ്രാഥമികമായും ആവശ്യമുള്ളത് ഏത് രൂപത്തിലാണെങ്കിലും എന്ത് പോരായ്മ ചൂണ്ടിക്കാണിച്ചാലും തിരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. നമുക്ക് പൂർണ്ണമായും കുറ്റമറ്റാതെ തിരഞ്ഞെടുപ്പൊന്നും നടത്താൻ കഴിഞ്ഞൊന്നും വരില്ല. പക്ഷെ ഇവിടെ ഔദ്യോഗിക സംവിധാനത്തെ മിസ്യൂസ് ചെയ്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ എന്ന സമുന്നതമായ ഭരണഘടനാ സ്ഥാപനം തന്നെ ഭരണകക്ഷിക്ക് അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നു. എന്നുവെച്ചാൽ വോട്ട് അപഹരിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ കള്ളവോട്ട് അതൊക്കെ പണ്ടും കേട്ട് പരിചയമുണ്ട്. അതൊക്കെ ഒരു വിനോദത്തിന് വേണ്ടി സാഹസികരായ ചില വോട്ടർമാരൊക്കെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതല്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വോട്ടുകൾ ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും അത് മറിക്കുക, തിരിക്കുക, അപ്പുറം എത്തിക്കുക, വ്യാജ വോട്ട്, ഇല്ലാത്ത വോട്ടർമാരുടെ പേരിലുള്ള വോട്ട് ആരൊക്കെയോ വന്ന് ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് ഫലമുണ്ടാകുന്നു. ആ ഫലം എത്രമാത്രം വക്രീകരിക്കപ്പെട്ടതാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. ലോകത്ത് പല ജനാധിപത്യ രാജ്യങ്ങളുമുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഉണ്ട്, UK ഉണ്ട്, പല യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. ജനാധിപത്യത്തിൻ്റെ ആഗോള ഇൻഡെക്സിൽ 1ാം സ്ഥാനത്ത് മാറി നിൽക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുണ്ട്. പക്ഷേ അവിടെ ഒന്നും കാണാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേടിന് ഔദ്യോഗിക സംവിധാനം തന്നെ വഴിയൊരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് നാം ഇന്ത്യയിൽ കാണുന്നത്. അത് അങ്ങേയറ്റം ആപത്കരമായ വിപത്തിന് കാരണമായി തീരുന്ന അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവർക്ക് അപേക്ഷ കൊടുക്കുന്നതിന്, അവരുടെ സമ്മതിദാനാവകാശം പുനഃസ്ഥാപിക്കുന്നതിന് ഉള്ള സമയമൊക്കെ നീട്ടിക്കൊടുക്കുകയും ഇപ്പോഴും അത് പരിശോധിക്കാൻ തയ്യാറാണെന്ന് കമ്മീഷൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പറയത്തക്ക രീതിയിൽ ജനകീയ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായി എന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കരുത്താണ്. ആ കരുത്ത് കാണിച്ചുകൊണ്ട് ഭരണഘടന വിഭാവന ചെയ്യുന്നത് പോലെ സ്വതന്ത്രവും നിഷ്പക്ഷവും നീതിപൂർവകവുമായ രീതിയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രവർത്തിക്കും എന്ന് ഉറപ്പ് വരുത്തുന്നതിനുള്ള ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്.